ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സിയെ കളി പഠിപ്പിക്കുമെന്ന് റിപ്പോർട്ടർ ടിവിയുടെ MD ആൻഡോ അഗസ്റ്റിൻ വ്യക്തമാക്കിയിരിക്കുന്നു. കേരളത്തിൻ്റെ കായിക മന്ത്രി അബ്ദുൾ റഹിമാനാണ് അറിയിച്ചത് മെസ്സി കേരളത്തിൽ കളിക്കാൻ വരില്ല എന്നുള്ളത്. അല്ലാതെ KPCC ഓഫീസിൽ നിന്നും അറിയിച്ച കാര്യമല്ല അത്. പക്ഷേ ആൻഡോ മുതലാളി വലിയ ചൂടിലാണ്. മെസ്സി അടക്കമുള്ള അർജന്റീനൻ ടീം കേരളത്തിലേക്ക് വരില്ലെന്ന രീതിയിൽ പ്രചരിക്കുന്ന വാർത്തകൾ ശരിയാണെങ്കിൽ കളി പഠിപ്പിക്കുമെന്നാണ് ആൻഡോ പറയുന്നത്. അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റും സെക്രട്ടറിയുമായിട്ടായിരുന്നു എഗ്രിമെന്റ് വെച്ചതെന്നും 120 കോടി രൂപ മുതൽ മുടക്കിയുള്ള ഇവന്റാണ് പ്ലാൻ ചെയ്തതെന്നും അദ്ദേഹം പറയുന്നു. ഇതനുസരിച്ച് പണം നൽകി അതവർ സ്വീകരിക്കുകയും ചെയ്തു. എന്നാൽ ഈ വർഷം വരില്ല എന്നാണ് ഇപ്പോൾ പറയുന്നത്. 2026 ലോകകപ്പിന് ശേഷം വരാമെന്നാണ് അറിയിച്ചത്. അതിനോട് യോജിക്കാൻ കഴിയില്ലെന്നും മെസ്സിയും സംഘവും വരികയാണെങ്കിൽ ഈ വർഷം തന്നെ വരണമെന്ന അന്ത്യശാസനം നൽകിയിരിക്കുകയാണ് ആൻഡോ അഗസ്റ്റിൻ. ഇല്ലെങ്കിൽ വിവരമറിയുമെന്ന തരത്തിലാണ് ആൻഡോ മുതലാളിയുടെ ഭീഷണി. ലോകത്തെ ഞെട്ടിച്ച പാസുകളും സ്ട്രൈക്കുകളും കാണിച്ച് കാണികളെ അമ്പരപ്പിക്കുന്ന ലയണൽ മെസ്സി തന്നോട് കളിക്കണ്ട എന്ന വ്യക്തമായ സന്ദേശമാണ് അദ്ദേഹം നൽകുന്നത്. അഥവാ കളിച്ചാൽ കളി പഠിപ്പിക്കുമെന്ന മുന്നറിയിപ്പും ആൻഡപ്പൻ മുതലാളി നൽകുന്നുണ്ട്. അതിങ്ങനെയാണ്: പണം വാങ്ങി വരാൻ കഴിയില്ല എന്ന് പറയുന്നത് ചീറ്റിംഗ് ആണ്. പണം വാങ്ങുന്നതിന് മുന്നേ ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തണമായിരുന്നു. എന്നാൽ പണം വാങ്ങി തീയതി ഉറപ്പിച്ച ശേഷം വരാൻ പറ്റില്ല എന്ന് പറയുന്നത് ശരിയല്ല. മെസ്സി വരുമെന്നും 7 ദിവസം ഇന്ത്യയിൽ ഉണ്ടാകുമെന്നായിരുന്നു കരാറിൽ പറഞ്ഞത്. 2 മത്സരവും ഒരു ഫാൻ മീറ്റിംഗും പ്ലാൻ ചെയ്തിരുന്നു. ഏത് സ്റ്റേഡിയം എന്നടക്കമുള്ള വിവരവും അതിൽ നൽകിയിരുന്നു. സ്റ്റേഡിയം എങ്ങനെയായിരിക്കുമെന്നതടക്കമുള്ള കാര്യങ്ങളും വിശദീകരിച്ചിരുന്നു. ലോകത്തെ ഏറ്റവും വലിയൊരു ഈവൻ്റായി മാറ്റാനാണ് ഇതിനെ തീരുമാനിച്ചിരുന്നത്. 1 കോടി ആളുകൾ ഇവിടെ പങ്കെടുക്കുമെന്നതടക്കമുള്ള വിവരങ്ങളും നൽകിയിരുന്നു. ഫിഫ വേൾഡ് കപ്പ് മോഡൽ ഉദ്ഘാടനമായിരുന്നു പ്ലാൻ ചെയ്തത്. കൺഫർമേഷൻ ലഭിച്ച് പൂർണ്ണമായും പണം അടച്ചു. എന്നാൽ ലോകകപ്പ് കഴിയട്ടെ എന്നാണ് ഇപ്പോൾ വന്ന അറിയിപ്പ്. ലോകകപ്പ് കഴിയട്ടെ എന്ന് പറയുന്നതിൽ ധാരണാ പ്രശ്നമുണ്ട്. വരാൻ പറ്റില്ലെങ്കിൽ അത് പറയണം. അല്ലാതെ മറ്റു തലത്തിൽ ചർച്ചകൾ നടത്താൻ പറഞ്ഞാൽ അതിന് വേറെ ആളെ നോക്കണമെന്നാണ് ആൻഡോ മുതലാളി പറയുന്നത്. പണം കൂടുതൽ വേണമെങ്കിൽ അത് പറയണം മിസ്റ്റർ എന്നാണ് ആൻഡോ അഗസ്റ്റിൻ മെസ്സിയോട് പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ആൻഡോ അഗസ്റ്റിനുമായുള്ള കരാറിൽ നിന്നും മെസ്സി പിന്മാറുന്നതിൻ്റെ കാരണം ഇതുവരെ ആർക്കും പിടികിട്ടിയില്ല. ആർക്കെങ്കിലും അറിയുന്നുണ്ടോ എന്നറിയാൻ ഈ വാർത്തകളുടെ കമൻറ്റുകളെല്ലാം ഒന്ന് പരിശോധിച്ചു. ആ കമൻറ്റ് ഇവിടെ പറയാൻ കഴിയില്ലെങ്കിലും ആൻഡോ മുതലാളിക്ക് ഇത്രയധികം ആരാധകർ ഈ മലയാളം അറിയുന്നവരിൽ തന്നെയുണ്ട് എന്നറിയുന്നത് ഇതാദ്യമായാണ്. എന്നാൽ ചില ആളുകൾ ചൂണ്ടിക്കാട്ടിയത് പ്രകാരം ലയണൽ മെസ്സി ഒരു പ്രകൃതി സ്നേഹിയാണെന്നും ഈ മരം മുറിക്കുന്നവരോട് മെസ്സിക്ക് ഇഷ്ടമല്ല, അതുകൊണ്ടാണ് തീരുമാനം മാറ്റിയതെന്നും പറയുന്നവരുണ്ട്. അതെന്തുമാകട്ടെ, ഏതായാലും നമുക്ക് അദ്ദേഹത്തിൻ്റെ മെസ്സിയെ മൂക്കിൽ കയറ്റുന്ന വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. 130 കോടി രൂപയ്ക്ക് മേലെ അടച്ചിട്ടുണ്ട്. പൈസ മേടിച്ചിട്ട് നമ്മൾ കബളിപ്പിക്കാൻ തീരുമാനിച്ചാൽ അതുമായി മുന്നോട്ട് പോകും. മനസ്സിലായോ? 2 കാര്യങ്ങളേ ഉള്ളൂ. റിപ്പോർട്ടർ ടിവിയെ സംബന്ധിച്ചിടത്തോളം കരാർ ലംഘനം ഇതുവരെ നടന്നെന്ന് അവരെ അറിയിച്ചിട്ടില്ല. കരാർ കളിക്കേണ്ട സമയം കഴിഞ്ഞിട്ടില്ല. അതുവരെയുള്ള എഫേർട്ട് എടുക്കും. അത് കഴിഞ്ഞാൽ പിന്നെ അതുമായി മുന്നോട്ട് പോകും. അങ്ങനെ റിപ്പോർട്ടർ ടിവിനെ കബളിപ്പിച്ചുകൊണ്ടും സർക്കാരിനെ കബളിപ്പിച്ച് പൈസയും കളക്ട് ചെയ്ത് ഇന്ത്യയിലേക്ക് വന്ന് ഡൽഹിയിൽ കളിക്കും, ബോംബെയിൽ കളിക്കും, അല്ലെങ്കിൽ മഹാരാഷ്ട്ര കളിക്കും എന്നൊക്കെ വെച്ചാൽ അത് കയ്യിൽ വെച്ചാൽ മതി. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നു വിചാരിക്കും വേണ്ട. ഇതാണ് ഈ കാര്യത്തിലുള്ള എൻ്റെ അഭിപ്രായം. ആ കാര്യത്തിൽ പ്രധാനപ്പെട്ട സർക്കാരിന്റെ ഒരു നിയമമുണ്ട്, പൈസ അടയ്ക്കുന്ന നിയമമുണ്ട്. അത് റിസർവ് ബാങ്കിന്റെ നിയമത്തിനനുസരിച്ച് പൈസ അന്ന് പൈസ അടച്ചിട്ടില്ല എന്ന് ഞാൻ ഒന്ന് സമ്മതിക്കുന്നു. ഇപ്പോൾ പൈസ അടച്ചിട്ടുണ്ട്. ആ പൈസ എത്രയാണെന്ന് താങ്കൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പറയാം, ഇഷ്ടമില്ലെങ്കിൽ പറയാം. വലിയ എമൗണ്ട് അതൊരു കാര്യം. അതോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പൊ കരാർ ലംഘനം നടത്തിയെന്ന് താങ്കൾ പറയുകയും ചെയ്തു. ആൻഡോ അഗസ്റ്റിൻ പറഞ്ഞത് കരാർ ലംഘനം നടത്തി നിയമപരമായി മുന്നോട്ട് പോകും. ഇപ്പോൾ പറഞ്ഞത് കരാർ ലംഘനം നടത്തിയെന്ന് ഞങ്ങളെ അറിയിച്ചിട്ടില്ല. അല്ല, കരാർ ലംഘനം നടത്തിയെന്ന് അറിയിക്കണമെങ്കിൽ ഈ പറഞ്ഞ ഡേറ്റ് കഴിയണം. ഡേറ്റ് വരില്ല എന്ന് അവർ പറയണം. നല്ല കരാർ ഒക്ടോബർ നവംബറിലേക്ക് വരാമെന്ന് പറഞ്ഞ് സമ്മതിച്ചു. ഒക്ടോബർ നവംബറിൽ വരില്ല എന്ന് അവരെ അറിയിച്ചു കഴിഞ്ഞാൽ കരാർ ലംഘനം നടത്തിയെന്ന് പറയാം.
അല്ല അത് ഇനിയുണ്ടല്ലോ 2 മാസം ഉണ്ടല്ലോ. ഞാൻ പറയുന്നത് ഒരു 10-15 ദിവസം കൂടെ വെയിറ്റ് ചെയ്യാൻ പറ്റും. 15 ദിവസം മാക്സിമം വെയിറ്റ് ചെയ്യാൻ പറ്റും. അതിനുശേഷം കരാറിലെങ്ങനെയാണെങ്കിൽ നമ്മൾ ഇങ്ങോട്ട് പറ്റില്ല. 130 കോടി രൂപയ്ക്ക് മേലെ അടച്ചിട്ടുണ്ട്. ഞാൻ പറയുന്നത് ഈ പണം അടച്ചതിന്റെ അല്ല പ്രശ്നം. ഞാൻ പറയുന്നത് അതിന് നമുക്ക് രേഖകളുണ്ട്. നമ്മൾ ഇന്ത്യയിലേക്ക് അയച്ച രേഖകളുണ്ട്, എഗ്രിമെന്റ് ഉണ്ട്. അത് അവരുടെ ബാങ്കിലേക്കാണ്. ആ ബാങ്ക് കൺഫർമേഷൻ നടത്തിയിട്ടുണ്ട്. അർജന്റീനയുടെ ഫുട്ബോൾ അസോസിയേഷൻ അവരുടെ പ്രസിഡന്റ് കൺഫേം ചെയ്തിട്ടുണ്ട്. എല്ലാം ഉണ്ട്. പക്ഷേ ഈ 130 കോടി രൂപ ചെറിയ പൈസയാണോ? ചെറിയ പൈസയാണോ? അത് ആരെ വിശ്വസിച്ച് അയക്കുന്നത്? ഈ ഒന്നാമത് വിന്നിങ് ചെയ്തൊരു പാർട്ടി കമ്പനീനെ വിശ്വസിച്ചിട്ടും ആ ഒരു ഫുട്ബോൾ അസോസിയേഷൻ വിചാരിച്ചിട്ടാണ് അടയ്ക്കുന്നത്. അപ്പൊ അതില്ല എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അവർ വാങ്ങിയിട്ടുണ്ട്. അത് വാങ്ങിയവർ കൺഫേം ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ട് വരുന്നില്ല എന്ന് ചോദിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞതിനാണ് ഈ കാര്യം. കേരളത്തിൽ ഇന്ത്യയിലെ പൊട്ടൻഷ്യൽ അവർ മനസ്സിലാക്കി. ഇന്ത്യയിൽ നിന്നും നല്ല രീതിയിൽ കോൾ അവിടേക്ക് ചെല്ലുന്നുണ്ട്. ഞങ്ങളുടെ കമ്പനിക്ക് സ്പോൺസർഷിപ്പ് ആവാൻ പറ്റുമോ? ഞങ്ങളുടെ കമ്പനിക്ക് സ്പോൺസർഷിപ്പ് ആവാൻ പറ്റുമോ? ചെറിയ ഏജൻസികൾ അവരെ ബന്ധപ്പെടുന്നുണ്ട്, വലിയ ഏജൻസികൾ അവരെ ബന്ധപ്പെടുന്നുണ്ട്. ഇന്ത്യയിലെയും ഇന്ത്യക്ക് പുറത്തുള്ള GCC കൺട്രീസുകളിലുള്ള മെയിൻ സ്പോൺസർ കമ്പനികൾ അവരെ ബന്ധപ്പെടുന്നുണ്ട്. ഇവരൊക്കെ ബന്ധപ്പെട്ട് അവരെ വിളിച്ചിട്ട് 100-150 കോടിക്ക് ഓഫർ ചെയ്യുന്നുണ്ടാവും. ഇപ്പൊ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവര് ഇത് കേരളത്തെ ഒരു സൈഡ് ലൈൻ ചെയ്തിട്ട് ഈ സംവിധാനമായി മുന്നോട്ട് പോകാൻ കഴിയില്ല. ഞാൻ പറയുന്നത് ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ നമ്മളോട് പറയണ്ടേ, നമുക്ക് ഇതിനൊരു ധാരണ വേണം. നിങ്ങളുടെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഈ 2-3 സൈൻ ചെയ്ത് മര്യാദയാണ്, നമുക്കത് അംഗീകരിക്കാം. അവർക്ക് പൈസ ഉണ്ടാക്കുന്നത് നമുക്ക് തെറ്റൊന്നുമില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം അവർ പൈസ ഉണ്ടാക്കുന്നത് നമുക്ക് എന്താ ബുദ്ധിമുട്ട്? അവരെ കഷ്ടപ്പെട്ട് ജയിച്ചു വന്ന ടീമാണ്, അവരുണ്ടാക്കിക്കോട്ടെ. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളോട് ഇന്റിമേറ്റ് ചെയ്തിട്ട് വേണ്ട ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ അത് കരാറിലെങ്ങനെയല്ലേ? ഇനി വരുന്നോ ഇല്ലയോ എന്നുള്ള കാര്യം അറിയാൻ പോലും ഒരു എഗ്രിമെന്റ് വെച്ച പാർട്ടി, ഒരു എഗ്രിമെന്റ് വെച്ച പ്രസിഡന്റ് സെക്രട്ടറി നമ്മളോട് വരുമോ ഇല്ലയോ എന്ന് പറയേണ്ട മര്യാദ പോലും ഇല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും അതിന്റെ കാര്യത്തിനകത്ത്? ഈ കരാർലംഘനം നടത്തണം. ഈ 10-15 ദിവസത്തോളം കരാർലംഘനം നടത്തി കഴിഞ്ഞാൽ നിയമപരമായി മുന്നോട്ട് പോവുകയും അതോടൊപ്പം തന്നെ ഇന്ത്യയിൽ ഈ മെസ്സി ടീമിന് വരാൻ കഴിയില്ല. ഈ കരാർലംഘനം നടത്തിയ ചീറ്റിംഗ് ആണ്. ഇത് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ പറഞ്ഞത് ഇല്ലെങ്കിലാ പറഞ്ഞത്. നമ്മളോട് പണം മേടിക്കാൻ വേണ്ടി എല്ലാ കാര്യങ്ങളും പറയുക, പണം മേടിക്കാൻ വേണ്ടി എഗ്രിമെന്റ് വെക്കുക, പണം മേടിക്കാൻ വേണ്ടി കാര്യങ്ങൾ നടത്തി കഴിഞ്ഞിട്ട് പണം മേടിച്ചതിന് ശേഷം വരില്ല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പക്ഷെ പറയേണ്ട ഡേറ്റ് കഴിഞ്ഞു. ഞാൻ പറഞ്ഞില്ല അവരുടെ മെയിൽ എങ്ങനെയാണെന്നറിയോ? ഞാൻ അവരെ ഫൈനൽ നമുക്ക് ഒഫീഷ്യലി വന്ന മെയിൽ എന്ന് പറയുന്നത്, ഒഫീഷ്യലി വന്നത് ഒഫീഷ്യലി നമ്മൾ പറഞ്ഞെന്തറിയോ? ടുഡേ അവർ ട്രഷർ കൺഫേം ദാറ്റ് ദ ഫണ്ട് വെയർ ക്രെഡിറ്റഡ് ആൻഡ് റിസീവ്ഡ് ദ എമൗണ്ട്. പൈസ കിട്ടി എന്ന് പറയുന്നു. വി വിൽ പ്ലാൻ ടു അവർ നെക്സ്റ്റ് സ്റ്റെപ്പ്. അടുത്ത സ്റ്റെപ്പിലേക്ക് നമുക്ക് പോവാം. ഇൻക്ലൂഡിംഗ് മിസ്റ്റർ ലിയാൻഡ്രോ who you are in direct contact with you. നിങ്ങളുമായിട്ട് ലിയാൻഡ്രോ കോൺടാക്ട് ചെയ്യും, നിങ്ങളുമായിട്ട് ഫൈനലൈസ് ചെയ്യും. വി താങ്ക് യു ഫോർ യുവർ പേഷ്യൻസ്. നമ്മളോട് പറയാം, നമ്മൾ ഇത്രയും നാൾ ക്ഷമിച്ചതിന്റെ പേഷ്യൻസിന് നന്ദി പറയാം. ആൻഡ് ഡിലിജൻസ് ഫോർ ദ പ്രോസസ് അഹെഡ്. മനസ്സിലായോ? നമ്മളോട് അവർ നന്ദി പറയാം. നിങ്ങൾ ഇത്രയും നാൾ ശ്രമിച്ചു നിന്നതിന് നമ്മൾ പറയും നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകാന്ന് പറഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞ് നമ്മളോട് പറയാണ് എന്ത് ഇത് 2026 സെപ്റ്റംബറിൽ വരാം.